ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അവിടെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ നോമ്പുതുറയുടെ കുറച്ച് വിശേഷങ്ങളാണ്. ഇത് ആദ്യത്തെ നോമ്പുതുറക്കുണ്ടായ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, സ്നാക്ക് ഉണ്ടായിരുന്നു. സ്നാക്ക് ഒരു തരം നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ കട്ട്ലേറ്റ് വാങ്ങിച്ചതായിരുന്നു. നാരങ്ങ വെള്ളം കലക്കിയതാണ്. അതിൽ കുറച്ച് കസ്കസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷമാണ് ബാക്കി ഐറ്റംസ് ഒക്കെ കഴിക്കുള്ളൂ. പൈനാപ്പിൾ ജ്യൂസ്, കുക്കമ്പർ ജ്യൂസ്, പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസിപ്പി അടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ട് കേട്ടാ. പിന്നെ കുറച്ച് തണ്ണിമത്തന്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടാ. അപ്പൊ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം നേരത്തോടെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കള് രണ്ടാളും നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടാ. അതിൽ രണ്ടാമത്തെ ആള് ആദ്യമായിട്ടാണ് ഈ വർഷം എടുക്കുന്നത്. കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പകുതി ആകുമ്പത്തിനും ആൾക്ക് ആകെ ക്ഷീണമായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ആള് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രയർ ഉണ്ടാവും. പ്രയർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നത്തെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടാ. അതൊരു 10 മണിയോട് കൂടിയിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം രണ്ടാമത്തെ ആള് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന്. അപ്പൊ അവളുടെ ഇഷ്ടപ്രകാരം തന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി ആ ഒരു 10 മണിയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് കഴിക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അത്ര അധികം കഴിക്കൊന്നുമില്ല. ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതല്ലേ. ഫ്രൂട്ട്സും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിരിയാണി അത്ര കാര്യമായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷെ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ നോമ്പുതുറ എത്രയേ ഉള്ളൂ കേട്ടാ. പിന്നെ രണ്ടാമത്തെ ദിവസമാണ് വീണ്ടും കാണിക്കുന്നത്. രണ്ടാമത്തെ ദിവസത്തിന് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തന്, കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഉള്ളിബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂത്താൾക്ക് ഉള്ളിബജി നിർബന്ധം പറഞ്ഞപ്പോ അത് ഉണ്ടാക്കി. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ് വാങ്ങിച്ചതാണ് കേട്ടാ. മുന്തിരി ജ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തരിക്കഞ്ഞിയാണ് കേട്ടാ, റവ കാച്ചിയതാണ്. പിന്നെ പത്തിരിയാണ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ ദിവസം. പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് പത്തിരി കഴിക്കാറ്. അപ്പൊ ഈ പത്തിരിയും ചിക്കൻ കറിയൊക്കെ നമ്മൾ നോമ്പുതുറ കഴിഞ്ഞിട്ട് പ്രയർ കഴിഞ്ഞതിന് ശേഷം പത്തിരിയൊക്കെ കഴിക്കുള്ളൂ. അത് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കൊന്നുമില്ല. ചോറൊന്നും പിന്നെ കഴിക്കില്ല കേട്ടാ. പിന്നെ അത്താഴത്തിന്റെ സമയത്താണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ നോമ്പുതുറയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പിന്നെ പൊരിക്കടികളൊന്നും എല്ലാ ദിവസവും ഉണ്ടാവില്ല കേട്ടാ. പൊരിക്കടി എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുള്ളൂ. ഇതിപ്പോ മൂത്ത മോളുടെ നിർബന്ധപ്രകാരമാണ് ഇതുപോലുള്ള പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്നത്. അവൾക്ക് ഇതൊക്കെ എല്ലാം കാണണം, അതുകൊണ്ടാണ്. പക്ഷെ ഇതൊന്നും കാണുന്ന പോലെ അവൾ കഴിക്കൊന്നുമില്ല കേട്ടാ. പിന്നെ ഇത് നാലാമത്തെ നോമ്പിന്റെയാണ് കേട്ടാ. മൂന്നാമത്തെ നോമ്പിന്റെ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, വരാനൊക്കെ വൈകി. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നോമ്പ് തുറക്കണ ആ സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയത്. അപ്പൊ ആ ഒരു സമയത്തിന് എത്തിയത് കൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അന്ന് പൊറോട്ടയും കുറച്ച് വറവ് സാധനങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നത്. ഇത് നാലാമത്തെ ദിവസത്തെ നോമ്പിൻ്റെതാണ്. ഞാനൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉള്ളി ബജി, മുട്ട ബജി ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട് സലാഡില് കുറച്ചധികം തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തണ്ണിമത്തം മാത്രമാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടാ. പിന്നെ അന്നത്തെ ദിവസം പ്രയർ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ബിരിയാണിയാണ്. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മോള് പറഞ്ഞ് ബിരിയാണി മതി എന്നുള്ളത്. അപ്പൊ അവളുടെ ഇഷ്ടപ്രകാരം ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ പെട്ടെന്ന് കഴിയും ചെയ്യും ബിരിയാണി ആവുമ്പോൾ, വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ 4 ദിവസത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങള്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ഐറ്റംസും എല്ലാ ദിവസവും ഉണ്ടാവില്ല കേട്ടാ. ഫ്രൂട്ട്സ്, ജ്യൂസ്, പ്രയർ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ്, പത്തിരിയോ ചപ്പാത്തിയോ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും. വറവ് ഐറ്റംസ് എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇടയ്ക്കിടെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്